യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. സ്വാതി പറയുന്നത് കേൾക്ക്. സ്വാതി, സ്വാതി നിൽക്കാൻ. സ്വാതി, 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 എന്തായി കാണിക്കുന്നത്? എന്താ ഇത്? ഭാര്യ ഭർത്താക്കന്മാർ വഴിയിൽ കിടന്ന് തല്ലുകൂടുന്നു. മാന്യന്മാർക്ക് യാത്ര ചെയ്യണ്ടേ? ഞങ്ങളുടെയൊക്കെ വീട്ടിലെ ഡോ അർജുൻ, താനാ നന്ദഗോപന്റെ ബന്ധുവല്ലേ? താനെന്താടോ ഈ റോഡിൽ കിടന്ന് വഴക്കുണ്ടാക്കുന്നത്? ഇതെന്റെ ഭാര്യയാണോ? ഇതെന്റെ കക്ഷിയാണ്. ഓ, ഈ കുട്ടി സ്വാതിയുടെ കേസ് ഞാനാ വാദിക്കുന്നത്. താൻ അവളോട് എന്തെങ്കിലും കുഴപ്പം കാണിച്ചോ? എന്താ കാര്യം? ഇവളുടെ കേസ് മറ്റൊരു വക്കീലിനെ കൊണ്ട് വാദിപ്പിക്കാന്ന് പറഞ്ഞതിന് വഴക്കിട്ട് ഇറങ്ങിയതാ. അത് വക്കീൽ ഓഫീസിൽ പറഞ്ഞു തീർക്കേണ്ട കാര്യമല്ലേ? രാത്രി വഴിയിൽ കിടന്നെന്തിനാ പിടിയും വലിയും? അല്ല, ഞങ്ങള് കാറിൽ വരികയായിരുന്നു. അപ്പോഴാ ഞാൻ ഈ കാര്യം പറഞ്ഞത്. ഇതൊക്കെ പകലാകാൻ പാടില്ലേ? ദൂരെ നിന്ന് വന്നപ്പോ ഞാൻ കരുതി എന്താന്നോ, ഏതോ ഒരുത്തൻ ഒരു പെൺകുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു. തൃപ്തിയായോ? സോറി സർ. എന്നാലും തന്നെപ്പോലെ ഒരു അഡ്വക്കേറ്റിന് ഇതൊന്നും ചേർന്നതല്ല. ഞാനും കരുതിയില്ല സ്വാതി റോഡിന്റെ നടുക്കൂടൊക്കെ കയറി നടക്കുന്നു. ഈ കുട്ടി എന്താ ഒന്നും മിണ്ടാത്തെ? ഇവളാകെ വിഷമിച്ച് നിൽക്കുക. അർജുൻ വന്നേ. ചുറ്റിക്കളി എന്തെങ്കിലും ആണോടോ? പറഞ്ഞോ, ഞാൻ ആരോടും പറയില്ല. സാറേ, ആവശ്യമില്ലാത്തവരെന്ന് പറയല്ലേ. സോറി സോറി, ചോദിച്ചെന്നേ ഉള്ളൂ. ആ പെണ്ണിനെ പിടിച്ചു മാറ്റി. ഒന്ന് വിളിച്ചോണ്ട് പോ അർജുൻ. സ്വാതി വാ. ഇല്ല, ഞാൻ വരുന്നില്ല. ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞു. വാ. കേറങ്ങോട്ട്. എന്താടോ തനിക്ക് എന്താ പറ്റിയത്? ഇവിടെ താൻ എന്താ അക്രമമായി കാണിച്ചത്? ഞാൻ എന്ത് കാണിച്ചു? ആ, അത് ശരി. പുറത്ത് റോഡിൽ ബഹളം ഉണ്ടാക്കിയൊന്നും ഓർമ്മയില്ലേ? എന്തൊക്കെയോ അവ്യക്തമായ ഓർമ്മയുണ്ട്. ഏതാണ്ട് ബ്ലാങ്ക് ആയിരുന്നു മനസ്സ്. സാറ് കേസ് വാദിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത് ഓർമ്മയുണ്ട്. പിന്നെ ഞാൻ എങ്ങോട്ടോ പോയി. ആ, ഓക്കെ ഓക്കെ. താൻ എന്നെ എത്രമാത്രം വിശ്വസിക്കുന്നുള്ള കാര്യം മനസ്സിലായി. ഞാൻ വാദിക്കാം. സാറിനെ എത്രമാത്രം വിശ്വസിക്കുന്നു എന്നല്ല, സാറിനെ മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ, അങ്ങനെയാ പറയേണ്ടത്. സാർ ഈ കേസ് വാദിച്ചില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും. അങ്ങനെ സമനില വിട്ട ഞാൻ റോഡിൽ എന്തൊക്കെയോ കാണിച്ചത്. ആ, ഓക്കെ ഓക്കെ, അത് കഴിഞ്ഞു. എല്ലാം മറന്നേക്കാം. പറഞ്ഞില്ലേ ഞാൻ തന്നെ വാദിക്കാം. ജഡ്ജി നിയമനമൊക്കെ വരട്ടെ. എന്താന്ന് വെച്ചാ അതപ്പോ വരുന്ന പോലെ നോക്കാം. സാറിന് എന്നോട് വെറുപ്പായിരിക്കും. ഏയ് ഇല്ല. എടോ, തനിക്ക് എന്നോടുള്ള വിശ്വാസത്തിൽ തന്നോടുള്ള സൗഹൃദം കൂടിയിട്ടേ ഉള്ളൂ. അതുമല്ല, എന്റെ ഭാര്യ പറഞ്ഞ കേസല്ലേ. എന്നാ ഓക്കെ, ഇനി നമ്മള്
കൂടുതൽ സംസാരിക്കണ്ട. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. സ്വാതി ഇറങ്ങിക്കോളൂ. സത്യം പറഞ്ഞ പേടിയാവുന്നു സർ. ഇത്രയും നേരം സാറ് കൂടെയുള്ളതിന്റെ ഒരു ധൈര്യം ഉണ്ടായിരുന്നു. ഇപ്പൊ ആ ധൈര്യമൊക്കെ ചോർന്നു. എന്റെ പൊന്ന് സ്വാതി, ധൈര്യമായിട്ട് പോ. ദേ, എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി. ഇനിയും ആക്രമണം എന്തെങ്കിലും ഉണ്ടാവുന്ന എന്റെ പേടി. ദേ, എന്തുണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി, ഞാൻ ഉടനെ എത്തിക്കോളാം. സാറിന് ഞാനൊരു ബുദ്ധിമുട്ടായല്ലേ? എടോ, താൻ എന്റെ കക്ഷിയാ. ഒരു കക്ഷി വക്കീലിന്റെ സ്വന്തം ആളാ. താൻ ചെല്ലു. സർ, നാളെ ഞാൻ എന്റെ കുടുംബ വീട്ടിലേക്ക് പോവും. വട്ടപ്പാറ കുറച്ച് ദൂരെയാ. സൂക്ഷിച്ചു പോണം. പിന്നെ അവിടെയും ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടായാൽ വിളിച്ചാൽ മതി. ഇതിനൊക്കെ എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല സർ. എടോ, അതൊക്കെ നമുക്ക് സാവകാശം പറഞ്ഞാലും മതിയല്ലോ. ഇപ്പൊ താൻ പോ. ശരി സർ. ബൈ. ബൈ സർ. അജുവേട്ടാ, എന്താ ഇത്ര താമസിച്ച? അതൊന്നും ഒറ്റ വരിയിൽ പറയാൻ പറ്റുന്നല്ല മോളെ. സംഭവ പരമ്പരകൾ മഹാഭാരതം പോലെ അങ്ങ് കിടക്കുന്നു. സ്വാതിയുടെ കേസിന്റെ കാര്യല്ലേ? ആ, അത് തന്നെ. തനിക്ക് മനസ്സിലായില്ലേ? പിന്നല്ലാതെ. ഞാനേ ഇവിടെ ഇരുന്നാ മതി, എല്ലാം അറിയും. മുഖം നോക്കിയാ മതി, എല്ലാം മനസ്സിലാവുകയും ചെയ്യും. ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ മുഖം നോക്കി പറയാനായിട്ട്. ഇന്നേതോ റെസ്റ്റോറന്റിൽ പോയിരുന്നു അല്ലേ? കൂടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നില്ലേ? എന്നാലേ ഞാനും മുഖം നോക്കി ലക്ഷണം പറയാം. നന്ദനങ്ങള് തന്നെ വിളിച്ചായിരുന്നു അല്ലേ? ഞാനും സ്വാതിയും റെസ്റ്റോറന്റിൽ ഇരിക്കുന്ന കാര്യം പറഞ്ഞു കാണും അല്ലേ? ആ, അച്ഛനുണ്ടല്ലോ ആകെ പേടിച്ചു വരച്ച വിളിച്ച്. മരുമോൻ കൈവിട്ട് പോയെന്ന് തന്നെ അച്ഛൻ കരുതി. ആസിഫ് കണ്ടപ്പോഴേ ഞാൻ കരുതി അങ്കിളിന്റെ വിളി വരുമെന്ന്. അല്ല, അങ്കിള് വിളിച്ചപ്പോ താനെന്ന് പറഞ്ഞു. ആ, അച്ഛനത് വേറെ രീതിയിലൊന്നും സംശയിക്കണ്ട. ഇനി ലോകസുന്ദരിമാര് വന്ന് നിരന്ന് നിന്നാലും അർജുന്റെ സുന്ദരി ദേ ഞാൻ മാത്രമായിരിക്കും പറഞ്ഞു. എന്ന് പറഞ്ഞോ? മനസ്സിൽ പറഞ്ഞു.